പിന്നുള്ള റോഡ് നമുക്ക് അതിഭയങ്കരമായ റോഡായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു യാത്രകൾ മക്കളെ. എൻ്റെ ആ ഒരു കാണാൻ പുളിയനല്ലേ. ചേട്ടാ ഈ തൊടുപുഴ പോയ ഇതെല്ലാം പഴയ സ്ഥലങ്ങളാണ് കേട്ടോ. പഴയ സ്ഥലങ്ങൾ ചാണകം ബെസ്റ്റ് അങ്ങനല്ലേ. അവര് വന്ന് നോക്കണമില്ല, അങ്ങനെ പൊളിഞ്ഞു പോവുകയാണ്. പൊളിഞ്ഞു പോയാലല്ല 22 വർഷമായി. 22 വർഷമായില്ലേ കൂട്ടിയിട്ട്. പിന്നെ അതിനുശേഷം യൂണിയന്റെ സ്പേസിൽ കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്തിരുന്നു. ആ ആരുടെ അടിപൊളി സെറ്റ്. പിന്നുള്ള റോഡ് നമുക്ക് അതിഭയങ്കരമായ റോഡായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു യാത്രകൾ. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളെ അതൊരു നല്ല തീരുമാനമായിരിക്കും. കാരണം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക. അല്ലാതെ വെറുതെ സമയം കളയൽ എൻ്റെ പിള്ളേരെ. പണ്ടാരടങ്ങാനായിട്ട് ഇത് കാട്ടിലോട്ടാണോ വീട്ടിലോട്ടാണോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവാടം എന്ന് പറയുന്നത് മക്കളെ. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പാപ്പൻ്റെ കണ്ണുകൊണ്ടിടത്തിട്ട് വായിച്ചില്ല. ഇനി എൻ്റെ ഫ്രണ്ട് പശു എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ കുറേ സാധനങ്ങളും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും. ആ വഴിയാണ് നമുക്ക് പോവേണ്ട വഴി. അപ്പം നിങ്ങൾക്ക് ഇപ്പം പോകേണ്ട തൽക്കാലം ഇവിടെ നിങ്ങൾ സാധനങ്ങളൊക്കെ ആണ്. ഒരുപാട് ഐറ്റങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കല് കുരുമുളക് എന്തുവാണത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് കുറേ കൊലയൊക്കെ ഈ വടി ഇങ്ങനെ കുത്തി നമുക്ക് ഇങ്ങനെ പോവാം. നമ്മുടെ ടീമുകൾ ദൂരം പോണു. അപ്പോൾ ഇതാണ് വഴി. ഓക്കെ, അപ്പം ഫൈനലി നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഒരു ടീമംഗം സംഘം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗൈഡുണ്ട്. അപ്പോൾ ആ ഗൈഡും വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വടിയുണ്ട്. ഈ വടി ഇങ്ങനെ കുത്തി വേണം നടക്കാൻ. ഇപ്പം ഇതിനിവിടെ 15 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. പിന്നെ അവിടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, മുട്ടായി ഉൾപ്പെടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ എണ്ണം വയ്ക്കും. ഈ മുട്ടായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുട്ടായി കവറിൻ്റെ എല്ലാ കവറും നമ്മൾ തിരിച്ചുകൊണ്ട് കണ്ട് കാണിക്കണം. മനസ്സിലായില്ല? അപ്പോൾ അതൊരു 200 നമ്മളവിടെ പേ ചെയ്തു. ഞാൻ അത് തിരിച്ചു വരുമ്പോൾ 200 തിരിച്ചു കിട്ടും. ഓക്കെ, വേറെ ചാർജസ് ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എവിടെയും കളയുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം. അപ്പോൾ എന്തായാലും പോകുന്നു. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും വീഡിയോകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം അഗസ്ത്യാർകൂടം എന്താണ്, എങ്ങനെ ഇരിക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത എന്തെങ്കിലും കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഓക്കെ രവി ബ്രോ, സത്യം പറയല്ലോ മക്കളെ, ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് അപ്പാപ്പനൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ജീവിതത്തിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും സ്ഥലങ്ങൾ കണ്ടിട്ടില്ല മക്കളും. നിങ്ങളും ഒന്ന് വരണം. ഈ നദികളും പാറക്കെട്ടുകളും വലിയ വലിയ മരങ്ങളും ഇതൊക്കെ നിങ്ങൾ കാണണം. അവസാനം അപ്പാപ്പൻ നടന്ന് ഒരു ക്യാമ്പ് 2-ലൊക്കെ എത്തി. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് മരങ്ങൾ കാണാം. പെട്ടെന്നാണ് മക്കളെ ഞാനൊരു കാഴ്ച കാണുന്നത്. എന്തൊക്കെയോ കളറൊക്കെ വരിയിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരെയോ ഇവിടെ സമാധി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അറിയാൻ വയ്യ. ശിവ ശിവ ശിവ. അതിനുശേഷം കുറേ നല്ല നല്ല മരങ്ങളും കുറേ പിള്ളേരും ഒക്കെ ഉണ്ട്. ഓക്കെ, ഫൈനലി ഇവിടെ എത്തി. ഒരു എൻ്റെ എത്തുമ്പോഴത്തേക്ക് ഇത് കണക്കൊരു മല കയറി ഇവിടെ വരണം. ഒരാൾ വെള്ളം കുടിച്ചു തുടങ്ങി കേട്ടോ. അതെ, ഓക്കെ, അടുത്തൊരു യൂട്യൂബ് ഇവിടെ എന്തായാലും വെള്ളം കാണിച്ചാലും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു അറൗണ്ട് ഒരു 4 കിലോമീറ്റർ നടന്നെന്നാണ് വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം
രവി ബ്രോ ഇവിടെ ഉണ്ട്. തളർന്നോ? വിയർത്ത്. പേടിയുണ്ടോ? പേടിയില്ല, ചെറുതായിട്ടൊരു ഭയം എന്ന് പറയുന്ന പോലെ. തളർന്നു ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വിയർത്ത്. അപ്പം എന്തായാലും ബ്രീത്ത് കുറച്ചിങ്ങനെ എടുക്കും, അത് സ്വാഭാവികമായിട്ടുണ്ട്. ഇവിടെ ഉള്ള ഏകദേശം കേൾവർക്കുണ്ട്. അപ്പം ബാക്കിയുള്ള കാഴ്ച കാണിച്ചു തരാം. ഇപ്പം നല്ല മഴയുണ്ട്. ഇവിടെ പിന്നെ അപ്പാപ്പ കാണുന്നൊരു എൻ്റെ പൊന്നു ഇതേത് കൊട്ടിമരമാണോ എന്ന് ഒരു അപ്പാപ്പ സംശയിച്ചു പോയി. പിള്ളേരൊക്കെ ആണെങ്കിലോ ത്രില്ലിലാണ് കേട്ടോ. അതിനുശേഷം കുറേ വലിയ പാറക്കെട്ടുകൾ. അപ്പാപ്പൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം വഴിക്ക് വല്ലതും പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഷൊറെന്ന് പറഞ്ഞാൽ താഴെ എത്തോള്. എൻ്റെ പൊന്നടാവേ എന്തൊക്കെ കാഴ്ചകൾ കാണണം. എടാ ചെറുക്ക പെട്ടെന്ന് പോ. പിന്നെ നമുക്ക് കുടിക്കാനായിട്ടുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പം ഒരു ടൈമിൽ നിങ്ങൾ നടന്ന് ലാസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലെ ഒരു കുളിക്കാനൊക്കെ ആയിട്ടും കാര്യം കയ്യൊന്ന് കഴുകാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലം കിട്ടും. എന്തായാലും ഏകദേശം കുറച്ച് കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനി അറൗണ്ട് എങ്ങനെ പോയാലും ഒരു 10 കിലോമീറ്റർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ബ്രോ, രവി ബ്രോ, 14 കിലോമീറ്റർ. ആക്ച്വലി അത്യാവശ്യം നല്ല മഴയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്ന പറയില്ല, അതിനൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, വിശ്വസിക്കണം. ഫോൺ ഇപ്പോഴും ഏകദേശം നിറഞ്ഞു. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ടാസ്ക്. അവിടെ നല്ല മഴയുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുളയട്ടയുടെ ശല്യമുള്ളതാണ്. അപ്പം വളരെ സൂക്ഷിച്ചും കണ്ടും വേണം പോകാൻ. ഇതിനകത്തെ ഇലകളിൽ നിന്നായിരിക്കും ഇത് ചാടി വീഴുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വലിയ വലിയ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ, ഇതിനകത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുമ്പോഴായിരിക്കും അത് വന്ന് പുറത്ത് വീണത്. ഇത്രയും വലിയ കണ്ണുകളൊക്കെ സംഭവമാണ് കേട്ടോ. ഈ അമ്മ ഓക്കെ. അപ്പം എന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ കമ്പം കുത്തിയാണോ നോക്കാൻ. വെള്ളം നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത്. അടിപൊളി. ഓക്കെ, ഫൈനലി ഇപ്പോൾ കുറച്ച് ദൂരം നടന്ന് ഇപ്പം എവിടെ എത്തിയെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ക്യാമ്പ് 4 കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നിൽക്കുകയാണ്. ശ്രദ്ധിച്ച് ഒന്ന് ചെവി ഹെഡ്സെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ശബ്ദം കേൾക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഹെവി ടാസ്ക് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു വമ്പൻ ടാസ്ക് ആണ് നമ്മൾ പിടിക്കേണ്ടത്. ഒരു രക്ഷയില്ല. എങ്ങനെ പറഞ്ഞിരുന്നറിയില്ല, നിങ്ങൾ കണ്ടേ നോക്ക്.
ആക്ച്വലി ഹെവി ടാസ്ക് ആണ് കേട്ടോ, ടാസ്ക്കാണ്. ഒരാളെ കൊണ്ടുപോയി, അടുത്ത നമുക്ക് പയ്യെ നിൽക്കാം. നല്ല ഫോഴ്സ് ഉണ്ട്, സൗണ്ട് ഉണ്ട്. അടിപൊളിയാണ്. ഓ നല്ല എൻ്റെ മോനെ. പേരെന്നാ ബ്രോ? ശിവ. ശിവ ശിവ ഓക്കെ. എന്തായാലും സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ ഫൈനലി നമ്മൾ ഇപ്പം ഞാൻ പറയുന്ന കേൾക്കാൻ പോലും എനിക്കറിയത്തില്ല. കാരണം ഫൈനലി നമ്മൾ ഒരു വലിയൊരു കാര്യം കഴിഞ്ഞ്, അതിനൊക്കെ ഒരു ഡേഞ്ചർ പോയ ഫൈനൽ വന്നു. ഇത് കഴിഞ്ഞോടെ എത്തി. മോനെ നമുക്ക് കോച്ചിങ് ഇവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഫുൾ മേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനുണ്ട്, രവി ബ്രോ ഉണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ ആൾക്കാരും പാക്കിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ള ലഗേജ് കൊണ്ടുവന്നതിന് കുഴപ്പമില്ല കേട്ടോ, ഈസിയായിട്ടൊന്ന് കൊണ്ടുപോകാം. പിന്നെ ചെറുതായാലും വലുതായാലും അതിൻ്റെതായ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സ്ഥലം ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകൾ എത്തിക്കാം. അവിടെയാണോ നമ്മൾ പോകുന്നത്? നമ്മൾ വരുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രണ്ട് കൈ ഒരു ഭാരം, കൈ നിറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ